അപ്പളേ രാവിലെ തുടങ്ങും കേട്ടോ. 3-4 ദിവസമായിട്ട് തമിഴ്നാടൊക്കെ ചുറ്റിപ്പറക്കി വന്നപ്പോഴത്തേക്ക് കിളി മൊത്തം പാറിയിരിക്കുക. അയ്യോ, ഞാനങ്ങനെ എവിടെ പോകാറില്ലാത്തതായിരുന്നേ. അപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയതുകൊണ്ട് അങ്ങനെ 2-3 ദിവസം പോയി. അന്നേരം നോക്കുമ്പോൾ ഇറച്ചി വേണമല്ലോ, ഇടിയിറച്ചിക്ക് ഇറച്ചി വേണ്ടേ. അപ്പം ഞാൻ ഇന്ന് കുറച്ച് ഇറച്ചി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതെടുത്തോണ്ട് വന്നു. അപ്പോൾ വഴിയെ ഇന്നത്തെ എല്ലാ സാധനങ്ങളും ഇനി ഉണ്ടാക്കണം. അപ്പം വഴിയെ ഞാൻ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. ഇടിയിറച്ചിക്കുള്ള ഇറച്ചി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ സംശയം ചോദിക്കാറുണ്ട്, ബീഫിന്റെ എങ്ങനത്തെ പീസാ ഇടിയിറച്ചി ഉണ്ടാക്കാൻ മേടിക്കുന്നത്. ഇത് ഇങ്ങോട്ട് നോക്കും, ഈ പീസാ കേട്ടോ. ഇത് കണ്ടോ, ഈ പീസാണേ. ഇങ്ങനത്തെ നമ്മൾ ഉള്ള പീസുകളാണ് നമ്മൾ മേടിക്കുക. ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത പീസുകളാണ് കേട്ടോ നമ്മൾ മേടിക്കുക. ഇങ്ങനെ വേണേ ഇതിൻ്റെ പീസുകൾ. എന്നിട്ട് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഉപ്പിട്ടിട്ട് തിരുമ്മി കയറ്റണം. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഡ്രയറിലേക്ക് കയറ്റും. അപ്പം നല്ലപോലെ ഉപ്പ് തിരുമ്മിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡ്രയറിനകത്തേക്ക് കയറ്റാം. എന്നിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ ഇതിന്റെ ഫൈനൽ സാധനം എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പോത്തിന്റെ ഇടിയിറച്ചി വേണ്ടവർ വാട്സപ്പ് ചെയ്തോ കേട്ടോ. ബൈ ബൈ.